അപ്പം നിങ്ങളിപ്പോൾ കാണാൻ വേണ്ടി പോകുന്നത് തിരഞ്ഞെടുപ്പ് ദിവസത്തിൽ എൻ്റെ ജീവിതത്തിൽ നടന്നിട്ടുള്ള കുറച്ച് വിശേഷ അനുഭവങ്ങളാണ്. കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ വീഡിയോ എന്തായാലും ഒന്ന് ലൈക്ക് അടിക്കുക. അതുപോലെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വിടുക. അപ്പം നമ്മളിപ്പോൾ പോകുന്നത് രാവിലെ നേരത്തെ എണീച്ചിട്ട് ബീഫ് മേടിക്കാനാണ് കേട്ടോ. വെള്ളിയാഴ്ച ആയിരുന്നല്ലോ ഇലക്ഷൻ ഉണ്ടായിരുന്നത്. അപ്പോൾ വെള്ളിയാഴ്ച നമുക്ക് ബീഫോ ചിക്കനൊക്കെ മേടിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ചോറ് തിന്നാൻ വേണ്ടിയിട്ടൊരു മൂഡുണ്ടാവില്ല. നമ്മൾ ബീഫൊക്കെ മേടിച്ച് പിന്നെ ഞങ്ങൾ രണ്ടുപേരും കൂടി പോയിട്ട് കോഴിമുട്ടൊക്കെ മേടിച്ച് വന്നിട്ടുണ്ട്. വന്നപ്പോഴേ മമ്മ എണീച്ചിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ അവനെ കുറച്ച് കുഞ്ചിച്ചിട്ട് ഇരിക്കുകയായിരുന്നു. പിന്നെ അടുക്കളയിലെ പണിയൊക്കെ തീർത്തിട്ട് പ്രപഞ്ചത്തിലെ പോരാളി ഞാനും കൂടിയിട്ട് വോട്ട് ചെയ്യാൻ വേണ്ടി പോവുമായിരുന്നു. അപ്പോൾ പോരാളിൻ്റെ ഫ്രണ്ടും കൂടി ഉണ്ടായിരുന്നു. നമ്മൾ വെയിലൊക്കെ കൊണ്ട് അവിടെ നടന്ന് പോയപ്പം അതാ അവളും അതായത് എൻ്റെ ഉമ്മാൻ്റെ ഫ്രണ്ടിൻ്റെ മോളും അനിയത്തിയാണ് കേട്ടോ അത് അവരുണ്ടായിരുന്നു. പിന്നെ എനിക്കത് തിരക്കൊന്നും ഉണ്ടാവില്ല എന്ന് വിചാരിച്ചിട്ടാണ് ഈ സമയത്ത് പോയത്. അപ്പം നല്ല മൊട്ടൻ തിരക്കുണ്ടായിരുന്നു. അപ്പോൾ ഇതാ ഗൈസ് നമ്മൾ വോട്ടിങ് ചെയ്തിട്ടുണ്ട്. പിന്നെ വോട്ട് ചെയ്ത് കഴിഞ്ഞാൽ മഷിയിട്ട് വിരൽ കാണിച്ചിട്ട് ചെറിയൊരു പ്രഹസനം നിർബന്ധമാണല്ലോ. അത് കഴിഞ്ഞ് നമ്മൾ നാച്ചുറൽ ബ്ലഷ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ നട്ടപ്ര വെയിലത്ത് നടന്ന് പോകുന്നത്. എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെയൊക്കെ പോളിംഗ് ബൂത്തുകൾ ഉണ്ട്. അതുകൊണ്ട് തന്നെ ഓട്ടോ കിട്ടാൻ പ്രയാസമായിരിക്കും. പാർട്ടിക്കാർ വിളിച്ചിട്ട് ഓട്ടോ ആയിരിക്കും അവിടെ ഉണ്ടാവുക. നമ്മൾ മെയിൻ റോഡിൽ വന്നിട്ട് അവിടെ ആയിട്ട് ഓട്ടോ കയറിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇപ്പോൾ ഈ കണ്ണ തിരക്ക് ഇലക്ഷൻ്റെ ആണെന്ന് വിചാരിച്ചാൽ നിങ്ങൾക്ക് തെറ്റി. ഇത് പള്ളി കഴിഞ്ഞ തിരക്കാണ് കേട്ടോ. വെള്ളിയാഴ്ച ആയിരുന്നു, ജുമുള്ള ദിവസമാണല്ലോ, അതിൻ്റെ തിരക്കാണ്. ഞാൻ വീണ്ടും പ്രയാസനം കാണിക്കുന്നുണ്ട് ഗൈസ്, എന്താ ചെയ്യുക. എൻ്റെ ലൈഫിലെ രണ്ടാമത്തെ വോട്ടാട്ടോ ഇത്. ഇടയ്ക്കൊരു വോട്ട് എനിക്ക് മിസ്സായി പോയിട്ടുണ്ടായിരുന്നു. ഞാൻ പ്രഗ്നൻ്റ് ആയിട്ട് എനിക്ക് ബെഡ് റെസ്റ്റ് പറഞ്ഞ സമയത്തായിരുന്നു കേട്ടോ. അപ്പോൾ എൻ്റെ വീട്ടുകാർ എന്നെ സമ്മതിച്ചില്ല പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതിന് ഞാൻ പോയിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ഉപ്പാനെയും കൊണ്ടിട്ട് വീണ്ടും പോയിട്ടുണ്ടായിരുന്നു. തിരക്കില്ലാത്ത സമയം നോക്കി അവർ വിളിച്ചപ്പോൾ നമ്മൾ ഉപ്പാനെയും കൊണ്ട് പോയി. അതൊക്കെ കഴിഞ്ഞ് ബീഫ് റോസ്റ്റും ചോറൊക്കെ കഴിച്ച് നന്നായി ഒന്ന് ഉറങ്ങി എണീച്ചിട്ട് നമ്മൾ അടുത്ത് കർമ്മ റൊട്ടി പോകാം കേട്ടോ. 3 ആൾ പോകേണ്ട റൊട്ടിയിൽ 4 ആൾ കയറി എങ്ങനെ ഇരിക്കും. ഞാൻ എൻ്റെ ഉമ്മാൻ്റെ മടിയിലാട്ട് ഇരുന്നിരുന്നത്. അപ്പോൾ പകുതി വഴിക്ക് എന്നെ അവർ ഇറക്കി വിട്ടിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ നടന്ന് എത്തിയപ്പോൾ നമ്മുടെ കസിൻസ് അവിടെ ഉണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ കഴിഞ്ഞ് നമ്മൾ കുറച്ച് നേരം കഥയൊക്കെ പറഞ്ഞ് അവരെ ഫോട്ടോയും കാര്യങ്ങളൊക്കെ എടുത്തെടുത്ത് എൻ്റെ ഫോട്ടോ അവരെടുത്ത് തന്ന് അങ്ങനെ മാറി ഇത് 2 പേരും എൻ്റെ കസിൻസ് ആട്ടോ. അവർ ഭാര്യയും ഭർത്താവുമാണ്. അപ്പോൾ അവരെയും കാണിച്ചിട്ടുണ്ട്. അപ്പം ഗന്നൊരു സൈഡിൽ ഇങ്ങനെ പാമ്പ് പോലെ നിൽക്കുന്നുണ്ട്. അപ്പോൾ അവളെയും കാണിച്ചിട്ടുണ്ട്. ഇതെന്താണ് ഇങ്ങനെ നിൽക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓട്ടോയിൽ എന്നെ പകുതിക്ക് വെച്ച് ഇറക്കി വിട്ടല്ലോ, അവനെ എടുത്ത് പോകാത്തതിനുള്ള ആ ഒരു മൂഡ് ഓഫ് ആട്ടോ അവൻ കാണിക്കണത്. പിന്നെ ഞാൻ ഈ ഉണ്ണീൻ്റെ അടുത്ത് നിൽക്കുന്നതിനുള്ള ചെറിയൊരു കുശുമ്പുണ്ട്. കുട്ടികൾ അങ്ങനെ ആണല്ലോ. പിന്നെ ഞാൻ അവരുടെ നേരം മുമ്പിൽ നിന്നിട്ട് വെറുതെ പൂസിട്ടിരുന്നുണ്ട്. ഇവന് ഓടി കളിക്കാൻ വേണ്ടിയിട്ടായിരുന്നു കേട്ടോ. അപ്പോൾ പുഴയുള്ള കാരണം നമ്മൾ കൈ വിടാണ്ട് പിടിച്ച് വെച്ചേക്കാണ്. ഗന്നാക്ക് വോട്ടില്ലാത്ത കാരണം ഇങ്ങനെ കാണിപ്പിച്ച് സുഖിപ്പിക്കുമ്പം കുശും പഠിപ്പിക്കുമ്പോൾ ഒരു സുഖം. പിന്നെ ഇതാ വീണ്ടും ഓടി പോകുന്ന ബോട്ട്. ഇത് ചെറിയൊരു ബോട്ടാണ് തോന്നുന്നു കേട്ടോ. പിന്നെ ഇതാ ഓടിപ്പോകുന്ന ബോട്ട് കഴിഞ്ഞപ്പോൾ ഓടാണ്ടിരിക്കണ യന്ത്രമെല്ലാം കണ്ടപ്പോൾ എനിക്ക് ടെൻഷനായി. കൈസ് ഇതെന്താ വർക്ക് ചെയ്യാത്തതെന്ന് ആലോചിച്ചിട്ട് അപ്പോഴാണ് മുമ്പ് ലേസ് തിന്നണ കണ്ടത്. അപ്പം നമ്മൾ കുറച്ച് ലേസ് കൈയിട്ട് വാരി തിന്ന്. ഇതാണ് നമ്മുടെ അസ്തമയ സൂര്യൻ. പുഴയിൽ സൂര്യൻ അസ്തമിക്കണ കാണാൻ നല്ല രസമാണ് കേട്ടോ. അങ്ങനെ പിന്നെ ഇവിടെ സ്ട്രീറ്റ് ഫോട്ടോഗ്രാഫിയൊക്കെ നടക്കുന്നുണ്ട്. ഗന്നാണ് ഫോട്ടോഗ്രാഫർ, ഇവരാണ് കേട്ടോ മോഡൽസ്. അപ്പോൾ ഇതാ കപ്പിൾ ഫോട്ടോഷൂട്ടാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഗൈസ്. നെക്സ്റ്റ് ആനിവേഴ്സറിക്ക് നമുക്ക് ഈ ഫോട്ടോസൊക്കെ കാണാം. അപ്പോൾ ഇതാ ഒരു എസ്തെറ്റിക് വീഡിയോ പിടിക്കാനാണ് ഞാൻ ഉദ്ദേശിച്ചത്. അപ്പോഴാണ് ഈ കുഞ്ഞൻ ബോട്ട് കണ്ടിട്ട്. അപ്പോൾ ആരെങ്കിലും ഉണ്ടോ എന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ സൂം ചെയ്ത് നോക്കിയത്. പക്ഷേ ഒരു പുള്ളിക്കാരനും അതിലുണ്ടായിരുന്നില്ല. അത് കണ്ട് ഞാൻ ഇങ്ങനെ നിന്ന് കൊടുത്തു കുറച്ച് അൺഎക്സ്പെക്റ്റഡ് ഫോട്ടോസും വീഡിയോസ് എടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഞാൻ വെറുതെ സെൽഫി വീഡിയോ എടുത്തിട്ട് നട്ടം തിരിയണുണ്ട്, എന്തിനാണോ എന്തോ. പുഴ കാണിച്ചു തരാനാണ് തോന്നുന്നത്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ട്, ഇങ്ങനത്തെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാം കേട്ടോ. നിങ്ങൾ ലൈക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ എന്തായാലും കമൻറ്റ് ചെയ്യാൻ പോലില്ലെന്ന് എനിക്കറിയാം. നിങ്ങൾ ലൈക്ക് ചെയ്യുമ്പോഴാണ് എനിക്ക് മനസ്സിലാവും നിങ്ങൾക്ക് ഇങ്ങനത്തെ വീഡിയോസൊക്കെ ഇഷ്ടമാണെന്നുള്ളത്. പിന്നെ അവളുടെ തട്ടം ഇടുന്നതും മയക്കുന്നതൊക്കെ ഉള്ള ഫോട്ടോസ് ഞാൻ എടുത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതാ മാമൻ്റെയും മോൻ്റെയും പ്രകടനങ്ങൾ അതൊക്കെ കഴിഞ്ഞിട്ട് ഇതാ അപ്പോൾ മാമൻ്റെ മോൾക്ക്, അതായത് അവളുടെ വാപ്പച്ചാണ് കേട്ടോ, അവൾക്ക് നല്ല കുശമ്പുണ്ട്. അത് പിന്നെ അങ്ങനെയാണല്ലോ കുട്ടികളുടെ നാച്ചർ, പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ 2 പേര് 2 കയ്യിൽ എടുത്ത് നിൽക്കാൻ കേട്ടോ. അപ്പം മുമ്മുന് എൻ്റെ അടുത്ത് വരാൻ വേണ്ടിയിട്ട് അവന് കൈയൊക്കെ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ കുഞ്ഞുണ്ണിമാച്ചും കുട്ടികളെന്ന് പറഞ്ഞിട്ട് വീഡിയോ എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ മുമ്പ് എൻ്റെ അടുത്ത് വരാൻ വേണ്ടിയിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ നമ്മൾ വലിയ ബോട്ട് കണ്ടപ്പോൾ അത് വീണ്ടും വീഡിയോ എടുത്തു. ഈ ബോട്ടിൻ്റെ പേരാണ് ഗൈസ് സുൽത്താൻ. അപ്പം ഇവർ കുറച്ച് നേരം കത്തിയടിക്കലും
ഫോട്ടോ എടുക്കലും ഫോട്ടോഷൂട്ടൊക്കെ കഴിഞ്ഞിട്ട് ടാറ്റൊക്കെ പറഞ്ഞിട്ട് പോവാണ് കേട്ടോ. അവർ കുറച്ച് മുന്നേ വന്നിട്ടുണ്ടായിരുന്നു, നമ്മളെ കണ്ടപ്പോൾ അവിടെ നിർത്തിയതാട്ടോ. അപ്പോൾ ഞാൻ ആഘോഷിച്ച് നോക്കുമ്പോൾ കുറേ പെർബുകൾ അപ്പം നിങ്ങളെയും കാണിച്ച് തരണ്ടേ. പിന്നെ ഇതാ അനങ്ങുന്ന പോലെ കണ്ടപ്പോൾ അത് ഞങ്ങൾ കാണിച്ചു തന്നിട്ടുണ്ട്. അങ്ങനെ ടെൻഷൻ അടിച്ചിട്ട് ചേട്ടൻ വിത്ത് ലൈറ്റ് ആ സാധനം വർക്ക് ചെയ്യിപ്പിച്ച് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ആൾക്കാരൊന്നും ഉണ്ടായിരുന്നില്ല തോന്നുന്നു, കാരണം കരച്ചിലും വീഴ്ചയിലൊന്നും കേൾക്കുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ നമ്മൾ കുറച്ച് നേരം അതൊക്കെ നോക്കി നിന്ന് പിന്നെ ചക്ക ഐസ്ക്രീം മേടിക്കാൻ പോയി. വാനില ഐസ്ക്രീം മേടിച്ചിട്ട് വന്ന് അങ്ങനെ തൊണ്ടയ്ക്കൊക്കെ നല്ല സുഖമുണ്ടായിരുന്നു. കുറച്ച് നേരം ഐസ്ക്രീമൊക്കെ കഴിച്ചിരുന്ന് പിന്നെ ഇതാ നിങ്ങളുടെ ഭാഗ്യം കൊണ്ടാണ് എൻ്റെ ഫോണിലെ ചാർജ് പെട്ടെന്ന് തീർന്നു പോയത് കേട്ടോ. ഉപ്പാനെ നടത്തിച്ച് കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ അത്രയുള്ള ഗൈസ്, ബൈ.